ഹൈ ഡിയേഴ്സ്, അടുത്ത തവണയ്ക്കുള്ള കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1 കാറ്റഗറി 2 മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് പരിചയപ്പെടാൻ എനിക്ക് ഈ ക്ലാസ് ഉപകാരമായിരിക്കും. അപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് K1 K2 മാത്തമാറ്റിക്സ് സിലബസിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് പെർസെന്റേജ്, ശതമാനം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയാണ് കേട്ടറ്റിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം, ക്ലാസ്സിലേക്ക് വരൂ. കറക്റ്റ് ആയിട്ട് എന്താന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ആദ്യം പഠിക്കാം. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പേരിൽ തന്നെ ഉണ്ട് അതെന്താന്നുള്ളത്. പെർസെന്റേജിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. പിന്നെ എന്തുണ്ടാകും, സെന്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഹരിക്കണം എന്നൊരർത്ഥം വരുന്നുണ്ട്. 5/2 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 7/3 എന്ന് പറഞ്ഞാൽ 7/3 ആണ്. 10/2 എന്ന് പറഞ്ഞാൽ 10/2 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എന്ന അർത്ഥം വരുന്നുണ്ട്. ഡിവൈഡഡ് ബൈ. സെന്റ് എന്ന് പറഞ്ഞാൽ 100ന് വിളിക്കുന്ന മറ്റൊരു പേരാണ്. അപ്പൊ പെർസെന്റ് എന്ന് പറഞ്ഞാൽ ഹരിക്കണം 100 എന്നാണ് അർത്ഥം. ഇനി മലയാളത്തിൽ വരികയാണെങ്കിൽ ശതമാനം എന്നാണ് അർത്ഥം വരുന്നത്. ശതം എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. മാനം എന്ന് പറഞ്ഞാൽ അളവ് എന്ന അർത്ഥം വരുന്നുണ്ട്. അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ 100ലുള്ള അളവ്. അതായത് ഏത് അളവിനെയും നമ്മൾ 100ലേക്ക് മാറ്റി പറയുന്നതിനെയാണ് ശതമാനം എന്ന് വിളിക്കുക. എന്താ ഇപ്പൊ ഇത് കാണുന്നതോടുള്ള ഉപകാരം? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ 2 ക്ലാസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 7A ക്ലാസ്സും ഉണ്ട്, 7B ക്ലാസ്സും ഉണ്ട്. 7A ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 80ല് 70 മാർക്ക് കിട്ടി. 7B ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 50ല് 40 മാർക്ക് കിട്ടി. എന്റെ ചോദ്യം, ഈ 7A ക്ലാസ്സിലെ കുട്ടിക്കാണോ 7B ക്ലാസ്സിലെ ഈ കുട്ടിക്കാണോ കൂടുതൽ മാർക്ക് എന്നൊരു ചോദ്യം വെച്ചു. അതായത് ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 80ല് 70 മാർക്ക് കിട്ടി. 80ലായിരുന്നു അവിടെ പരീക്ഷ. രണ്ടാമത്തെ ക്ലാസ്സിൽ 50ലാ പരീക്ഷ നടന്നത്. അതിൽ 50ല് 40 കിട്ടി. അപ്പൊ എനിക്ക് ഇവർ കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യും? 80ല് 70 കിട്ടിയ ആളാണോ 50ല് 40 കിട്ടിയ ആളാണോ കൂടുതൽ മാർക്ക് നേടിയത് എന്ന് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റുക. പെർസെന്റേജിലേക്ക് മാറ്റുക, 100ലേക്ക് മാറ്റുക. രണ്ടാളെയും 100ലേക്ക് മാറ്റുക. എന്നിട്ട് എത്ര കിട്ടിയെന്ന് നോക്കുക. 100ല് 70 ആണോ 100ല് 40 ആണോ അങ്ങനെ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അപ്പൊ ശതമാനം, പെർസെന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള അർത്ഥം ഹരിക്കണം 100, ഡിവൈഡഡ് ബൈ 100. മലയാളത്തിലാണെങ്കിൽ 100ലുള്ള അളവ്, 100ലുള്ള മാനം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ 20% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ 20/100. 30% എന്ന് പറഞ്ഞാൽ 30%, 30% എന്ന് പറഞ്ഞാൽ 100. 50% എന്ന് പറഞ്ഞാൽ 50%, 50% എന്ന് പറഞ്ഞാൽ 100. 70% എന്ന് പറഞ്ഞാൽ 70% എന്ന് പറഞ്ഞാൽ 100. ഇതാണ് പരിപാടി. അപ്പൊ ശതമാനം, പെർസെന്റേജ് എന്ന് പറഞ്ഞ ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്. ഇതാണ് അതിന്റെ ഒരു ബേസിക് ഐഡിയ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാ ചോദ്യങ്ങൾ വരിക നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 50ന്റെ 30%വും 30ന്റെ 50%വും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? ചെയ്തു നോക്കാം. 50ന്റെ 30% എന്ന് പറഞ്ഞാൽ 30/100. അടുത്ത് 30ന്റെ 50% എന്ന് പറഞ്ഞാൽ 50/100. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണേണ്ടത്. 0 വെട്ടിക്കളിക്കാം. 1 0 1 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. അപ്പൊ ഇവിടെ ഉത്തരം 5 3 15. മൈനസ് ഇവിടെയോ 1 0 1 0, ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0. 3 5 എത്രയാ? 15. 15 15 കുറച്ചാ 0. ഉത്തരം ഓപ്ഷൻ ഡി. കിട്ടിയോ? ഇത് കേട്ടറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യം. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ആദ്യം 50ന്റെ 30% എത്രയാന്ന് കാണാം. 50ന്റെ 30% എന്ന് പറഞ്ഞാൽ ഈ ഇൻഡേ എന്ന് പറഞ്ഞാൽ ഇൻഡു എന്നർത്ഥം, ഗുണിക്കണം. 50ന്റെ ഓഫ് ഇൻഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡു എന്നർത്ഥം.
അപ്പൊ 50ന്റെ എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 30% എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 30%, 30 ഹരിക്കണം 100. 2 പൂജ്യങ്ങൾ വെട്ടി ഉത്തരം കിട്ടുന്നു 15. അടുത്തത് 30ന്റെ 50% കാണാൻ പറഞ്ഞിട്ടുണ്ട്. 30ന്റെ 50% എന്ന് പറഞ്ഞാൽ എന്താ? 30 ഇന്ത്യ എന്ന് പറയുമ്പോ ഇൻറ്റു 50% എന്ന് പറയുമ്പോ 50/100. 2 പൂജ്യങ്ങൾ വെട്ടി ഉത്തരം 15. ഇവരുടെ വ്യത്യാസം കാണാൻ പറഞ്ഞു. ദാറ്റ് ഈസ് 15 മൈനസ് 15. ഉത്തരം കിട്ടുന്നു 0. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് കേട്ടതിന്റെ ചോദ്യം ക്ലിയർ ആണോ? അടുത്തത് നോക്കാം. ഒരു സംഖ്യയുടെ 25% 40 ആണെങ്കിൽ ആ സംഖ്യ ഏതാ? ഒരു സംഖ്യയുടെ 25% 40 ആണെങ്കിൽ ആ സംഖ്യ ഏതാ? ഇത് എക്സാക്ട് ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സംഖ്യ എക്സ്, അതിന്റെ 25% എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 25/100, അത് 40 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ പറഞ്ഞാൽ എങ്ങനെയാ എക്സ് കാണുക? ഈ 25/100 സമത്തിന്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോ തല തിരിഞ്ഞു പോകും, 100/25 എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ പരിപാടി. 25/100 ആണ്, അത് 4 40 എക്സ് ഇൻറ്റു എക്സിന്റെ 25% 40 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് ഇൻറ്റു 25/100 എന്ന് പറഞ്ഞാൽ 40. Therefore എക്സ് സമം 40 ഇൻറ്റു 100/25 എന്ന് കിട്ടുന്നുണ്ട്. 40 25 കോമൺ ആയിട്ട് 8 ഉണ്ട്, സോറി 5 ഉണ്ട്. 25 5 5 40 8 5. 5 ഒരു 5 100 25. ഉത്തരം 2 8 16 160 എന്ന് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ഡി. ഒന്നുകൂടെ കാണിക്കാം ഒറിജിനൽ മെത്തേഡ്. ഒരു സംഖ്യയുടെ 25% 40 ആണെങ്കിൽ ആ സംഖ്യ ഏതാന്ന് ചോദിച്ചു. ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുത്തു, അതിന്റെ 25% 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഇൻറ്റു 25% എന്ന് പറഞ്ഞാൽ 25/100 അത് 40. Therefore എക്സ് സമം ഈ 25/100 അങ്ങോട്ട് എത്തുമ്പോൾ 100/25 ആകും. കാരണം എന്താ? ഹരിക്കണം 100 സമത്തിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഗുണിക്കണമാകും, ഗുണിക്കണം 25 സമത്തിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഹരിക്കണമാകും. 25 ഒരു 25, 100 4 25. ഉത്തരം 4 ഇൻറ്റു 40 160 എന്ന് കിട്ടുന്നു. ഇതാണ് മെത്തേഡ്. ഇത് ഇങ്ങനെ അല്ലാതെ ചെയ്യാനും പറ്റും. അതിനുള്ള മെത്തേഡുകളും നമ്മുടെ കയ്യിലുണ്ട്. ഈ രീതിയിൽ അല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്യാനും പറ്റും. അതെങ്ങനെയാ ഞാൻ കാണിച്ചു തരാൻ ശ്രമിച്ചോ. എപ്പോഴും നമ്മുടെ ഒറിജിനൽ സംഖ്യ 100% എടുത്തിട്ട് നമ്മൾ ചെയ്യണം. ആലോചിച്ചോ, ഒരു സംഖ്യയുടെ 25% 40 ആ സംഖ്യ ഏത്? അപ്പൊ പഠിച്ചോ, 25% 40 പറഞ്ഞിട്ടുണ്ട്. ഒരു സംഖ്യയുടെ 25% 40 പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് ആ സംഖ്യ ഏത് എന്ന് കാണണം. ഒരു സംഖ്യയുടെ 25% 40 ആണെങ്കിൽ ആ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ സംഖ്യയെ എപ്പോഴും നമ്മൾ 100% എടുക്കണം. അപ്പൊ 25% 40 ആണെങ്കിൽ 100% എത്രയാന്ന് ആലോചിക്കുക. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഒന്നും കൂടെ പറയാം. ഒരു സംഖ്യയുടെ 25% 40 ആണെങ്കിൽ 100% എത്രയാണ്? 25% 40 ആണെങ്കിൽ സംഖ്യ എത്രയാന്നാ ചോദിച്ചത്. സംഖ്യയെ നമ്മൾ 100% കൺസിഡർ ചെയ്യുക. മുഴുവൻ സംഖ്യ 100% സംഖ്യ എന്നങ്ങോട്ട് വിചാരിക്കുക. അപ്പൊ 25% 40 ആണെങ്കിൽ 100% എത്രയാ കാണാനായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാം. അതായത് 100 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 25. 25 ഒരു 25, 100 4 25, 4 ഇൻറ്റു 40 160. ഇതാണ് ഇത് ചെയ്യാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയും യൂസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും അല്ലാതെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാം. 25% എന്ന് പറഞ്ഞാൽ കാൽ ഭാഗം 40. അപ്പൊ അരഭാഗം 80. അരഭാഗം 80 ആണെങ്കിൽ ഫുള്ള് 160. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അപ്പൊ ഒരു ചോദ്യത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ എക്സാക്ട് മെത്തേഡിൽ ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം, കുഴപ്പമില്ല. മുഴുവൻ സംഖ്യയെ 100% എടുത്താൽ മതി. ഇനി അങ്ങനെയും പറ്റുന്നില്ലെങ്കിൽ ബേസിക് ലോജിക് വെച്ച് തിങ്ക് ചെയ്ത് നോക്ക്. എന്താ? 25% എന്ന് പറഞ്ഞാൽ കാൽ ഭാഗം 40. അപ്പൊ അരഭാഗം 80. അരഭാഗം 80 ആണെങ്കിൽ ഫുൾ ഭാഗം 160. കഴിഞ്ഞു, എമൗണ്ട് കിട്ടി 160. ഒന്നുകൂടെ, ഒരു സംഖ്യയുടെ 25% 35 ആണ്. സംഖ്യ ഏതാ? പെട്ടെന്ന് മനക്കണക്കായിട്ട് പറയും. 25% എന്ന് പറഞ്ഞാൽ കാൽ ഭാഗം 35. അപ്പൊ അരഭാഗം 70. ഫുൾ ഭാഗം 70ന്റെ ഡബിൾ 140. ഉത്തരം കിട്ടി. ഓപ്ഷൻ ഡി 140.
അത്രേ ഉള്ളു പണി. ഒന്നുകൂടെ 25% 35, അതായത് 1/4 ഭാഗം 35. അപ്പൊ അരഭാഗം 70. അരഭാഗം 70 ആണെങ്കിൽ ഫുൾ ഭാഗം 70ന്റെ ഡബിൾ 140. പക്ഷെ ചിലവർക്ക് അങ്ങനെ ലോജിക്ക് വർക്കാവില്ല. അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡ് പഠിച്ചു വെച്ചോ. 25% 35 ആണെന്ന് തന്നു. സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ 100% എത്രയാന്ന് കാണണം. കണ്ടോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാം. 100 × 35 ഹരിക്കണം 25. 25-ൽ ഒരു 25, 100-ൽ 4 25, 4 × 35 ചെയ്താൽ ഉത്തരം കിട്ടും 140. അങ്ങനെ ചെയ്താലും മതി. ഓപ്ഷൻ ഡി. എഡിറ്റിയോ 25% 35. മുഴുവൻ സംഖ്യ ആരാന്ന് ചോദിച്ചാൽ 100% എത്രയാന്ന് കാണുക. അത് കാണാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 100 × 35 ഹരിക്കണം 25, ഉത്തരം 140. ഒന്നും കൂടെ, ഒരു സംഖ്യയുടെ 25% 40 ആണ്. ആ സംഖ്യ ഏതാ കേട്ടറിന് ചോദിച്ചാ 1/4 ഭാഗം 40, അപ്പൊ അരഭാഗം 80. അരഭാഗം 80 ആണെങ്കിൽ ഫുൾ ഭാഗം എത്രയാ 160. നമ്മൾ നേരത്തെ ചെയ്ത ഈ ചോദ്യം നേരത്തെ ചെയ്താണ്. അവിടെ നോട്ടെ, അടുത്തയിലേക്ക് പോവാം. 20ന്റെ 40%-ഉം 50ന്റെ 30%-ഉം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%-ആണ്? തുടങ്ങാം. 20ന്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാ? അത് ആദ്യം കാണാം. 20ന്റെ 40% എന്ന് പറഞ്ഞാൽ 20 × 40/100. 2 പൂജ്യങ്ങൾ വെട്ടി 2 4 8. അപ്പൊ 20ന്റെ 40% 8. അടുത്തത് 30ന്റെ എത്രയാ പറഞ്ഞത്? 50ന്റെ 30% എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ എന്താ? 50ന്റെ 30%. 50ന്റെ 30% എങ്ങനെയാ കാണുക? 50 × 30% എന്ന് പറഞ്ഞാൽ 30/100. 2 പൂജ്യം വെട്ടി 5 3 15. അപ്പൊ ഒന്നും കൂടെ, 20ന്റെ 40% എന്ന് പറഞ്ഞാൽ 20 × 40/100 8 ആണ്. 50ന്റെ 30% എന്ന് പറഞ്ഞാൽ 50 × 30/100 15 ആണ്. ഇത് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ, അതായത് 8ഉം 15ഉം കൂട്ടിയാൽ കിട്ടുന്ന എത്രയാ? 8ഉം 15ഉം കൂട്ടിയാൽ കിട്ടുന്ന 23. ഈ 23 ഏത് സംഖ്യയുടെ 50%-ആണ്? 50% എന്ന് പറഞ്ഞാൽ പകുതി എന്നർത്ഥം. അപ്പൊ ഏത് സംഖ്യയുടെ പകുതിയാ 23? 23 എന്ന് പറയുന്നത് 46ന്റെ പകുതിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളാ. ഇതും കേട്ടതിന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പെർസെന്റേജിന്റെ ചോദ്യം. ഒന്നും കൂടെ, 20ന്റെ 40% 8 ആണ്. 50ന്റെ 30% 15 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%-ആണ് എന്നാണ് ചോദ്യം. 8ഉം 15ഉം കൂടെ കൂട്ടിയ 23 കിട്ടുക. 23 ആരുടെ 50%-ആണ്? 50% എന്ന് പറഞ്ഞാൽ പകുതിയാ. അപ്പൊ 23 ആരുടെ പകുതിയാ? 46ന്റെ പകുതിയാ. അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി 46. ഒന്നുകൂടെ, ഒരു സംഖ്യയുടെ 20% 260 ആയാൽ ആ സംഖ്യയുടെ 80% എത്ര? സിമ്പിളാ. നമ്മളിപ്പോ യൂസ് ചെയ്ത മെത്തേഡ്. 20% 260 ആണെങ്കിൽ 80% എത്രയാന്ന് ചോദിച്ചു. ഇതാണ് ചോദ്യം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 80 × 260 ഹരിക്കണം 20. 0 0 വെട്ടി. 2-ൽ ഒരു 2, 8-ലാണെങ്കിൽ 4 2. ഉത്തരം 260 × 4 ചെയ്ത് നോക്കാം. 260 × 4 0 4 0 6 4 24. 2 ശിഷ്ടം. 2 4 8 2 എത്രയാ? 10. ആൻസർ ഈസ് 1040. ഓപ്ഷൻ എ. 1040 ഉത്തരം കിട്ടുക. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ, ഒരു സംഖ്യയുടെ 20% 260 ആണെങ്കിൽ 80% എത്രയാ? അപ്പൊ 20% 260, 80% എത്രയാന്ന് നോക്കാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഉത്തരം 1040. ഒന്നുകൂടെ, ഒരു സംഖ്യയുടെ 20% 90 ആയാൽ ആ സംഖ്യയുടെ 4% എത്ര? സിമ്പിൾ. 20% 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് 4% എത്രയാന്ന. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. വലത്തോട്ട് ഗുണിക്ക്. 4 × 90 ഹരിക്കണം 20. 0 വെട്ടി. 2-ൽ ഒരു 2, 4-ലാണെങ്കിൽ 2 2. ഉത്തരം 2 × 9 18. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എളുപ്പല്ലേ ചെയ്യാൻ? ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പ ചെയ്യാൻ. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒന്നും കൂടെ, ഒരു സംഖ്യയുടെ 6%-ന്റെയും 18%-ന്റെയും തുക 1200 ആയാൽ സംഖ്യയുടെ ഇരട്ടി എത്രയാണ്? അപ്പൊ ഒരു തുകയുടെ 6%-ന്റെയും 18%-ന്റെയും തുക 1200 ആണ് എന്ന് പറഞ്ഞാൽ
18ഉം 6ഉം കൂട്ടിയ 24% അപ്പൊ ആ സംഖ്യയുടെ 24% 1200 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ആ സംഖ്യയുടെ ഇരട്ടി എത്രയാ? ആ സംഖ്യയെ നമ്മൾ 100% ആയിട്ട് എടുക്കുക. അപ്പൊ ആ സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 200% എത്രയാന്ന് കണ്ടാൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ. 200 ഇൻറ്റു 1200 ഹരിക്കണം 24 ചെയ്ത് നോക്കാം. 200 ഇൻറ്റു 1200 ഹരിക്കണം 24. 1200 കറക്റ്റ് ആയിട്ട് 24 പോവുമല്ലോ. എത്രയാ ഉണ്ടാവുക? 1200 24 ഇൻറ്റു 100 ചെയ്താൽ 2400 കിട്ടുക. അതിന്റെ പകുതിയാ. അപ്പൊ 50 ഉണ്ടാവും. 50 ഇൻറ്റു 200 എത്രയാ? 5 2 10 പിന്നെ 3 0 ഉണ്ടാവും. 10,000 ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ എ. ഒന്നുകൂടെ കാണിക്കാം, ശ്രദ്ധിച്ചോ. ഒരു സംഖ്യയുടെ 6%-ന്റെയും 18%-ന്റെയും തുക 1200. അപ്പൊ 6ഉം 8ഉം കൂട്ടിയ 24%. ആ സംഖ്യയുടെ 24% 1200 ആണെന്നാണ് അർത്ഥം. എങ്കിൽ സംഖ്യയുടെ ഇരട്ടി എത്രയാ? സംഖ്യ നമ്മൾ 100% ആയിട്ട് എടുക്കുക. അപ്പൊ സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 200% എത്രയാന്ന് കണ്ടാൽ മതി. അതാണ് ഐഡിയ. ചെയ്തു നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 200 ഇൻറ്റു 1200 ഹരിക്കണം 24. 24 1200 50 പ്രാവശ്യം. അപ്പൊ 200 ഇൻറ്റു 50 എത്രയാ? 5 2 10 പിന്നെ 3 0 10,000. ഓപ്ഷൻ എ. ഒന്നുകൂടെ. ഒരു സംഖ്യയുടെ 58%-ന്റെയും 46%-ന്റെയും വ്യത്യാസം 600 ആയാൽ സംഖ്യ ഏത്? അപ്പൊ ആലോചിക്കുക. 58%-ന്റെയും 46%-ന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ 58 46 പോയ 12%. ആ 12% 600 ആന്ന് പറഞ്ഞിട്ടുണ്ട്. സംഖ്യ ആരാന്ന് ചോദിച്ചാൽ 100% എത്രയാന്ന് കാണണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 100 ഇൻറ്റു 600 ഹരിക്കണം 12. 12 600 കറക്റ്റ് ആയിട്ട് 12 പോവുമല്ലോ. കാരണം 60 5 12. അപ്പൊ 600 50 12. 50 ഇൻറ്റു 100 എത്രയാ? 5000. 5000 ഉണ്ടെങ്കിൽ അതാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി. ഒന്നും കൂടെ. ഒരു സംഖ്യയുടെ 58%-ന്റെയും 46%-ന്റെയും വ്യത്യാസം 600 ആയാൽ സംഖ്യ ഏത്? 58 46 കുറച്ചാൽ 12%. 12% 600 ആണെങ്കിൽ സംഖ്യ ആര് എന്ന് ചോദിച്ചാൽ 100% കാണണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 100 ഇൻറ്റു 600 ഹരിക്കണം 12 ചെയ്താൽ മതി. അതാണ് നമ്മുടെ ഉത്തരം. ചെയ്താൽ കിട്ടുക 5000 ആണ്. ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഒന്നും കൂടെ. ഒരു സംഖ്യയോട് അതിന്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കും. സംഖ്യ ഏതാ? അടാ, ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. അതിന്റെ 10% കൂട്ടി എന്ന് പറഞ്ഞാൽ 110%. അപ്പൊ 6 ലഭിക്കും. സംഖ്യ ഏത്? ഒന്നും കൂടെ ആലോചിക്കും. ഒരു സംഖ്യയോട് അതിന്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കുന്നു. സംഖ്യ ഏത്? സംഖ്യ 100% ആയിട്ട് എടുത്തു. അതിന്റെ 10% കൂട്ടി എന്ന് പറഞ്ഞാൽ 110%. ആ 110% 66 ആന്ന് പറഞ്ഞിട്ടുണ്ട്. സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ 100% എത്രയാന്ന് കണ്ടാൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ. 100 ഇൻറ്റു 66/110. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടി. 11 ഒരു 11 ആണ്. 66 6 11. ഉത്തരം 6 ഇൻറ്റു 10 60. ഓപ്ഷൻ സി. എളുപ്പല്ലേ ചെയ്യാൻ? ഒരു സംഖ്യയോട് അതിന്റെ 10% കൂട്ടി 66 ലഭിക്കുന്ന പറഞ്ഞു. സംഖ്യ 100%. അതിന്റെ 10% കൂട്ടി എന്ന് പറഞ്ഞാൽ 110%. അപ്പൊ 110% 66 എങ്കിൽ 100% എത്രയാന്ന് ചോദിച്ചു. ഉത്തരം 60. അടുത്തത്. ഒരു സംഖ്യയുടെ 75%-നോട് 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്നു. സംഖ്യ ഏത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ 75%-നോട് 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ 100% കിട്ടുന്നു എന്നർത്ഥം. ഒരു സംഖ്യയുടെ 75%-നോട് 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ 100% കിട്ടുന്നു. ഈ 75% ഇങ്ങോട്ട് എടുത്താൽ 75 സമം 100% മൈനസ് 75%. അതായത് 75 സമം 25% എന്ന് കിട്ടും. അപ്പൊ കിട്ടി. ഈ സംഖ്യയുടെ 25% 75. സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 100% എത്രയാന്ന് കണ്ടാൽ മതി. എളുപ്പമാണ് ചെയ്യാൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ.
100 ഇൻറ്റു 75/25. 25 ഒരു 25 100-ലാണെങ്കിലോ 4 25. 4 ഇൻറ്റു 75 ചെയ്താൽ ഉത്തരം കിട്ടുന്നു 300. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഒന്നും കൂടെ, ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്നു എങ്കിൽ ആ സംഖ്യ 75% 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 100% കിട്ടും. ഈ 75% അങ്ങോട്ട് എടുത്താൽ 75 സമം 100% മൈനസ് 75%, അതായത് 25% 75. 25% 75 ആണെങ്കിൽ 100% എത്രയാന്ന് ചോദിച്ചു, അതായത് മുഴുവൻ സംഖ്യ അല്ലെ. ഇങ്ങനെ ആലോചിക്കുക, 1/4 75, അപ്പൊ അരഭാഗം 150, ഫുൾ ഭാഗം 300. പരിപാടി കഴിഞ്ഞു. അതാണ് നമുക്ക് ചെയ്യേണ്ട രീതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡിയാണ്, സെറ്റാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പെർസെന്റേജുമായി ബന്ധപ്പെട്ടിട്ട് എവിടെ ചോദിച്ചിട്ടുള്ളത്, കേട്ടറ്റിന് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യങ്ങൾ മറക്കേണ്ട. നമ്മുടെ കേട്ടറ്റിന്റെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 2 എന്നീ ബാച്ചുകളിൽ കേരള സൈലം ടീച്ചിങ് എക്സാമിന്റെ കുറച്ച് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ നിർത്തുന്നു. മറ്റൊരു ടോപ്പിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു.